بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ മലിക്, അതേപോലെ അൽ മലീക് എന്നീ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിൽ രണ്ട് നാമമാണ് അൽ മലീക്കും മറ്റൊന്ന് അൽ മലിക്കും. രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. അതിനാലാണ് ആ രണ്ട് നാമങ്ങൾ ചേർത്ത് ഇവിടെ നമ്മൾ ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അൽ മലിക് എന്ന പേര് 5 തവണയോളം വന്നിട്ടുണ്ട്. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിൻ എന്ന് തുടങ്ങി മറ്റ് ചില ആയത്തുകളിലും ഇപ്രകാരം അൽ മലിക് എന്ന പേര് വന്നിട്ടുണ്ട്. അതേപോലെ അൽ മലീക് എന്ന പേര് ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. മുത്തഖീങ്ങൾ സ്വർഗീയ ഉദ്യാനങ്ങളിലും അരുവികളിലും അല്ലെങ്കിൽ സ്വർഗീയ നദികളിലുമായിരിക്കും. ഫീ മഖ്അദി സിദ്ഖിൻ, സത്യത്തിൻ്റെ ഇരിപ്പിടത്തിൽ, ഇൻദ മലീകിൻ മുഖ്തദിർ, കഴിവുറ്റവനായ രാജാവിൻ്റെ അടുക്കൽ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ. മലീക് അതേപോലെ മലിക്, ഈ രണ്ട് പേരുകൾ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ കഴിവിനെയാണ് അറിയിക്കുന്നത്. അതേപോലെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ അടിമകളും അവൻ്റെ ദാസന്മാരുമാണ് എന്നാണ് അറിയിക്കുന്നത്. ഈ ഉലകത്തിൽ
അള്ളാഹു ഉദ്ദേശിക്കും വിധം അവൻ വിധിക്കുന്നു, തീരുമാനിക്കുന്നു. അള്ളാഹു ആകുന്ന രാജാതിരാജനായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എല്ലാവരിലും നടപ്പാകുകയും അതിൽ നിന്നൊരാൾക്കും, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്നൊരാൾക്കും രക്ഷപ്പെടാനോ ഒഴിവാകാനോ കഴിയാതെ എല്ലാവരിലും അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പാവുകയും ചെയ്യുന്നു. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആരുടെ കയ്യിലാണോ മുൽക്ക്, രാജാധികാരം, അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, നന്മ നിറഞ്ഞവനായിരിക്കുന്നു എന്ന് പറയണം. അപ്പൊ അൽ മുൽക്ക്, രാജാധികാരം, അതാരുടെ കയ്യിലാണ്? അത് അൽ മലീക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കയ്യിലാകുന്നു. അള്ളാഹു ആകുന്നു മുൽക്കിനെ, രാജാധികാരത്തെ ഉടമപ്പെടുത്തിയ രാജാവ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്നത്, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. മുൽക്കിനെ ഉടമപ്പെടുത്തിയ അള്ളാഹുവെ, രാജാധികാരത്തെ ഉടമപ്പെടുത്തിയ രാജാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിനോട് പറയാണ്, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരത്തെ ഊരി വാങ്ങുന്നു. അപ്പൊ എല്ലാ പടപ്പുകളിൽ അള്ളാഹുവിൻ്റെ കഴിവിലാണ്, അള്ളാഹുവിൻ്റെ കീഴിലാണ്. സമ്പൂർണ്ണ കഴിവ് അതാ രാജാതിരാജനായ അള്ളാഹുവിന് മാത്രമാകുന്നു. അടിയാറുകൾ അവരാരായാലും, ആധിപത്യമുള്ളവരായാലും ആധിപത്യമില്ലാത്തവരായാലും, അവർ അള്ളാഹുവിൻ്റെ തീരുമാനാധികാരത്തിലാണ്. അവരിൽ അള്ളാഹുവിൻ്റെ ആജ്ഞയും അള്ളാഹുവിൻ്റെ ശാസനയും നടപ്പിലാകും വിധാണ്. അതുകൊണ്ടാണ് ആധിപത്യം ഇല്ലാത്തവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആധിപത്യം നൽകുന്നത്. ആധിപത്യമുള്ളവന്റെ ആധിപത്യം അവനിൽ നിന്ന് ഊരി വാങ്ങുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല. സൂറത്ത് യാസീന്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ വ ഇലൈഹി തുർജഊൻ. എല്ലാ വസ്തുക്കളുടെയും മലകൂത്ത്, അധികാരം, ഉടമസ്ഥത ഏതൊരുവന്റെ കയ്യിലാണോ അവൻ പരമപുരുഷുദ്ധനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഉടമസ്ഥതയുള്ള പരമപരിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഈ അള്ളാഹു ആകുന്നു യഥാർത്ഥ അൽ മലിക്, രാജാവ്. അതേപോലെ തന്നെ അള്ളാഹു ആകുന്നു യഥാർത്ഥ മലീക്. അപ്പം നമ്മൾ ഭൂലോകത്ത് കുറേ രാജാക്കന്മാരെ കേൾക്കുന്നു, അറിയുന്നു, ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അവരിലേക്ക് രാജാവ് എന്ന പേര് ചേർക്കപ്പെടുന്നത് ആലങ്കാരികമായിട്ട് മാത്രമാണ്, താൽക്കാലികമാണ്. അള്ളാഹുവിലേക്ക് പൂർണ്ണാർത്ഥത്തിലും യഥാർത്ഥ അർത്ഥത്തിലുമാണ് ആ പേര് ചേർക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, യഥാർത്ഥ രാജാവായ അള്ളാഹു അവൻ ഉന്നതനായിരിക്കുന്നു. രണ്ട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, യഥാർത്ഥ രാജാവായ അള്ളാഹു. യഥാർത്ഥമല്ലാത്ത കുറെ രാജാക്കന്മാരുണ്ട്. അത് പടപ്പുകളിൽ പലർക്കും അവർ രാജാവ് എന്ന് പേര് വിളിക്കും. പക്ഷെ അത് പടപ്പുകളാണ് എന്നുള്ള പരിമിതിയും അവരുടെ പോരായ്മയും വകവെച്ചുകൊണ്ടാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ മലിക് എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണാർത്ഥത്തിലാണ്, പരിപൂർണ വിശേഷണങ്ങൾ അവന് സ്ഥിരീകരിച്ചുകൊണ്ടുമാണ്. ലാ ഇലാഹ ഇല്ലാഹു ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, യഥാർത്ഥ രാജാവായ അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല. റബ്ബുൽ അർശിൽ കരീം, എന്താ ഈ രാജാവിന്റെ പ്രത്യേകത? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റബ്ബുൽ അർഷ്,
അൽ കരീം, അതിമഹനീയ സിംഹാസനത്തിൻ്റെ റബ്ബാകുന്നു എന്നാണ്. രാജാക്കന്മാർക്കൊക്കെ സിംഹാസനം ഉണ്ടാവും, രാജസിംഹാസനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനും അർശിന്മേൽ ഇസ്തിവായിലാണ്. അള്ളാഹ്ക്ക് അർശിന്റെ ആവശ്യമല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ അർശിന്മേലാണ് എന്നുള്ളത്. അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ. പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്മേൽ ഉപവിഷ്ടനാകുന്നു. ഇവിടെ അള്ളാഹു രാജാവാണ്, യഥാർത്ഥ രാജാവ് എന്ന് പറഞ്ഞ് അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറഞ്ഞ് റബ്ബുൽ അർശിൽ കരീം, മഹനീയ സിംഹാസനത്തിന്റെ റബ്ബാകുന്നു അവൻ എന്നാണ് പറയുന്നത്. അപ്പൊ രാജാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനും മഹനീയമായ ഒരു സിംഹാസനമുണ്ട് എന്നുള്ളത് ഇവിടെ ഈ ആയത്ത് അറിയിക്കുകയാണ്. അള്ളാഹു സൃഷ്ടികൾക്ക് മീതെ, അവന്റെ അർശിന് മീതെ മഹിത സിംഹാസനത്തിൽ ഇസ്തിവായിലാകുന്നു, ഉപവിഷ്ടനാകുന്നു എന്ന് ഈ ആയത്തുകൾ അറിയിക്കുന്നു. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും ആദർശവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മലിക്കാണ് എന്നറിയിക്കുന്ന ധാരാളം തിരുമൊഴികളുണ്ട്. ചില സംഭവങ്ങൾ ആ തിരുമൊഴികൾ അറിയിക്കുന്നത് കാരണത്താൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ആ തിരുമൊഴികളെ മനസ്സിലാക്കിയിട്ട് ചില ചരിത്രങ്ങൾ വേറിട്ട് ഈ വിഷയത്തിൽ ഇവിടെ ഉണർത്തുകയാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിലേക്ക് എഴുന്നേറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലും, വജ്ജഹ്തു ചൊല്ലും. എന്താ വജ്ജഹ്തുവിന്റെ ലഫ്ദ്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ ഹനീഫ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അൻതൽ മലികു ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബി വഅന അബ്ദുക് ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعا إنه لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق لا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديك والخير كله في يديك والشر ليس إليك أنا بك وإليك تباركت وتعاليت അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇതാണ് വജ്ജഹ്തു. വജ്ജഹ്തുവിന്റെ പൂർണ്ണ രൂപതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലിയിട്ടായിരുന്നു നമസ്കാരം തുടങ്ങിയിരുന്നത് എന്നാണ്. ഇതിന്റെ ഒരു തുടക്ക ഭാഗം പലർക്കും കാണാതെ അറിയാം, ഒടുക്കം പലർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ വജ്ജഹ്തു ഓതുമ്പോൾ ഇതാണ് അതിന്റെ പൂർണ്ണ രൂപം. ഇതിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ, പിന്നെന്താ അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയാകുന്നു അൽ മലിക്, രാജാവ്, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നിതിൽ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പേരായ അൽ മലിക് എന്നുള്ളത് ദുആഉൽ ഇസ്തിഫ്താഹിൽ വന്നിട്ടുണ്ട്. അത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാകുന്നു. മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിലാണ്. ഇബ്നു മസ്ഊദ് പറയാണ്, ജാ ഹബ്റു മിനൽ അഹ്ബാർ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ജൂത പുരോഹിതൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പുരോഹിതൻ പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദ്, ഇന്നാ നജിദു അന്നല്ലാഹ യജ്അലു സ്സമാവാതി അലാ ഇസ്ബഇൻ വൽ അർദീൻ അലാ ഇസ്ബഇൻ വശജറ അലാ ഇസ്ബഇൻ വൽ മാഅ വസ്സറ അലാ ഇസ്ബഇൻ വസായിറ അൽ ഖലായിഖി അലാ ഇസ്ബഇൻ. ജൂത പുരോഹിതൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മുഹമ്മദ്, ഞങ്ങൾ വേദത്തിൽ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ വാനങ്ങളെ തന്റെ ഒരു വിരലിലും ഭൂമികളെ ഒരു വിരലിലും അതേപോലെ തന്നെ വൃക്ഷങ്ങളെ മറ്റൊരു വിരലിലും വെള്ളവും മണ്ണും മറ്റൊരു വിരലിലും മുഴു സൃഷ്ടികളെ, ഇതര മുഴു സൃഷ്ടികളെ
മറ്റൊരു വിരലിലുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കും, അള്ളാഹുവിൻ്റെ. എന്നിട്ട് പറയാണ്, പുരോഹിതൻ പറയാണ്, ഫയഖൂൽ, അള്ളാഹു പറയും, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്. അപ്പം അള്ളാഹിൻ്റെ കഴിവ് നോക്കണേ നിങ്ങൾ, എത്ര ശക്തനാണ് അള്ളാഹു. വാനങ്ങളെ ഒരു വിരലിൽ, ഭൂമിയെ ഒരു വിരലിൽ, വൃക്ഷങ്ങളെ മറ്റൊരു വിരലിൽ, വെള്ളവും അതേപോലെ മണ്ണും മറ്റൊരു വിരലിൽ, ഇതര സൃഷ്ടികളെല്ലാം മറ്റൊരു വിരലിൽ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്. ഇത് ഞങ്ങൾ വായിക്കുന്നു, തിരുനബിയോട് പ്രതികരണം ചോദിക്കുകയാണ്. എന്താ ഇബ്നു മസ്ഊദ് പറയുന്നത്? ഫദഹിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു തസ്ദീഖൻ ലിഖൗലിൽ ഹബ്ർ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. തിരുനബിയുടെ മുൻപല്ലുകൾ വെളിപ്പെടുന്നത് വരെ റസൂലുള്ള ചിരി തൂകി. എന്തിനാ ചിരിച്ചത്? തസ്ദീഖൻ ലിഖൗലിൽ ഹബ്ർ, ഈ വേദ പുരോഹിതൻ പറഞ്ഞതിനെ സത്യപ്പെടുത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരി തൂകിയത്. പുരോഹിതൻ ഇത് പറഞ്ഞു, തിരുനബി അതിനെ സത്യപ്പെടുത്തി. പക്ഷെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ആ പുരോഹിതന് ഓതിക്കൊടുത്തു. സുമ്മ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് തിരുനബി ഓതി, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമah വസ്സമാവാതു മത്വിയാത്തുൻ ബിയമീനിഹി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ആളുകൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല. ഭൂമി മുഴുവൻ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ ഒരു പിടിയിലാണ്. വാനങ്ങളാകട്ടെ അള്ളാഹുവിൻ്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ട രീതിയിലുമാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ആളുകൾ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു പരമപരിശുദ്ധനാകുന്നു. ഈ ആശയം വരുന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുകയുണ്ടായി എന്നാണ്. അപ്പൊ ഇവിടെ അനൽ മലിക്, ഞാനാകുന്നു രാജാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ പറയുമെന്നാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടത് അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാണ്. യഖ്ബിദുല്ലാഹുൽ അർദ്, അല്ലാഹു ഭൂമിയെ ചുരുട്ടും, പിടിക്കും, പിടിയിലൊതുക്കും. വയത്വി സമാവാത് ബിയമീനിഹി, തന്റെ വലത് കൈയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളെ ചുരുട്ടും. സുമ്മ യഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്. ഐന മുലൂകുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ? ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറയുന്നതായിട്ട് പറഞ്ഞത് അബൂ ഹുറൈറ ഉദ്ധരിക്കണം. അപ്പോൾ അല്ലാഹു ഭൂമിയെ കൈപ്പിടിയിൽ ഒതുക്കും, വാനങ്ങളെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കും. എന്നിട്ട് ഞാനാകുന്നു രാജാവ്, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ ചോദിക്കും എന്നാണ് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ പ്രവാചകൻ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ ഉണർത്തുന്നത്. മറ്റൊരു ഹദീസിൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, യൻസിലുല്ലാഹു ഇലസ് സമാഇ ദുനിയ കുല്ല ലൈലത്തിൻ ഹീന യംദി സുലുസുൽ ലൈലിൽ അൽ അവൽ. യൻസിലുല്ലാഹു ഇലസ് സമാഇ ദുനിയ, അടുത്ത ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങും. അടുത്ത ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ആകാശങ്ങളാണ്. അതിൽ നമ്മളോട് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങും. കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയും. ഹീന യംദി സുലുസുൽ ലൈൽ അൽ അവൽ, രാത്രിയുടെ ആദ്യത്തെ 1/3 കഴിഞ്ഞു പോയാൽ. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും, അനൽ മലിക്, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്, ഞാനാകുന്നു രാജാവ്. മൻ ദല്ലദീ യദ്ഊനി ഫഅസ്തജീബ ലഹ്, ആരുണ്ട് എന്നോട് ദുആ ഇരക്കുന്നവരായി അവർക്ക് ഞാൻ ഉത്തരമേകും. മൻ ദല്ലദീ യസ്അലുനി ഫഉഅതിയ, ആരുണ്ട് എന്നോട് യാചിക്കുന്നവരായി ഞാൻ അവർക്ക് നൽകും. മൻ ദല്ലദീ യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടുന്നവരായി ഫഅഗ്ഫിറ ലഹ്, ഞാൻ അവന് പുറത്തു കൊടുക്കും. ഫലാ യസാലു കദാലിക് ഹത്താ യുദീ അൽ ഫജ്ർ, ഫജ്റിന്റെ വെട്ടം പരക്കുന്നത് വരെ ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. അവിടെ നോക്കൂ നിങ്ങൾ, രാത്രിയുടെ ആദ്യ 1/3 കഴിഞ്ഞു പോയാൽ അല്ലാഹു
ഭൂമിയോട്, ദുനിയാവിൽ നമ്മളോടടുത്തുള്ള ആകാശം അതിലേക്ക് ഇറങ്ങുമെന്നാണ്. അത് അള്ളാഹുവിൻ്റെ സമ്പൂർണതക്കും അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമാം വിധമുള്ള ഇറക്കൽ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാഉദ്ദുനിയയിലേക്ക് ഇറങ്ങിയാൽ അനൽ മലിക് അനൽ മലിക്, ഞാനാകുന്നു രാജാവ്, ഞാനാകുന്നു രാജാവ് എന്ന് ആവർത്തിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നത്, എന്നോട് ജവാബിനെ തേടുന്നവർക്ക് ഞാൻ ഉത്തരമേകും, എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഞാൻ കനിഞ്ഞരുളും, എന്നോട് പാപമോചനം നടത്തുന്നവരുടെ പാപമോചനം അവർക്ക് ഞാൻ പാപമോചനം നൽകും. ഇത് ഫജറിന്റെ വെട്ടം പരക്കുന്നത് വരെ ഈ ചോദ്യം ഉന്നയിക്കൽ ഉണ്ടാകും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അപ്പോൾ ഈ ഹദീസിലും അള്ളാഹുവിൻ്റെ അൽ മലിക് എന്ന പേര് ഉദ്ധരിക്കപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്നതാണ്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് പറയാണ്, സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, യഹ്ശുറുല്ലാഹുൽ ഇബാദ ഫയുനാദീഹിം ബിസൗത്തിൻ യസ്മഉഹു മൻ ബഅദ കമാ യസ്മഉഹു മൻ ഖറബ് അനൽ മലിക് അനദ് ദയ്യാൻ. യഹ്ശുറുല്ലാഹുൽ ഇബാദ്, അള്ളാഹു അവൻ്റെ ദാസന്മാരെ ഒരുമിച്ച് കൂട്ടും. ഫയുനാദീഹിം, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാസന്മാരെ വിളിക്കും. ബിസൗത്തിൻ യസ്മഉഹു മൻ ബഅദ്, വിദൂരതയിലുള്ളവർ കേൾക്കും വിധമുള്ള ശബ്ദം, അതിലാ വിളിക്കുക. കമാ യസ്മഉഹു മൻ ഖറബ്, അടുത്തുള്ളവർ കേൾക്കുന്നത് പോലെ. അപ്പൊ ആളുകളെ മുഴുവൻ, ആദമിന്റെ മക്കളെ മുഴുവൻ, മനുഷ്യരെ മുഴുവൻ അള്ളാഹു അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അവരിൽ അടുത്തവർ കേൾക്കുന്നത് പോലെ അകന്നവരും കേൾക്കും. അவ்விധം അള്ളാഹു വിളിക്കും. എന്താ വിളിക്കുക? അനൽ മലിക്, ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുക. ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാനുഷകുലത്തെ അന്ത്യനാളിൽ വിളിക്കുമെന്നാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഇതേപോലെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടത് ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ ദുആയിൽ അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ലാ അൻത അൻത റബ്ബി വഅന അബ്ദുക ളംതു നഫ്സി വഅതറഫ്തു ബിദംബി ഫഗ്ഫിർ ലി ദുനൂബി ജമീഅൻ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. റസൂലുള്ളാഹി നിർവഹിച്ചിരുന്ന ഒരു ദുആയാണ്. ആ ദുആയിൽ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതൽ മലിക്, നീയാകുന്നു രാജാവ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല, അൻത റബ്ബി, നീ എൻ്റെ റബ്ബാണ്, വാന അബ്ദുക്, ഞാൻ നിന്റെ ദാസനാണ്, ളംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു, വഅതറഫ്തു ബിദംബി, എൻ്റെ തെറ്റുകൾ ഞാൻ നിന്നോട് ഏറ്റു പറഞ്ഞിരിക്കുന്നു, ഫഗ്ഫിർ ലി ദുനൂബി ജമീഅ, എൻ്റെ തെറ്റുകൾ അടങ്കലും നീ എനിക്ക് പൊറുക്കേണമേ, ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപം പൊറുക്കുന്നവർ ആരുമില്ല. അപ്പൊ ഇവിടെ അൻതൽ മലിക്, അള്ളാഹുവെ നീയാകുന്നു രാജാവ്. അള്ളാഹുവിന്റെ പേര് അള്ളാഹുവിന് മുന്നിൽ ഏറ്റു പറഞ്ഞ് പാപമോചനത്തിന് വേണ്ടി തേടുന്ന ദുആയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. ഇവിടെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ അൽ മലിക് എന്ന പേര് മാലിക് എന്ന പേരിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മളിവിടെ അൽ മലിക് എന്ന പേരും അതേപോലെ മലീഖ് എന്ന പേരുമാണ് ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹുവിന് അൽ മാലിക് എന്ന പേരുണ്ട്, മാലിക്. ഇൻഷാ അല്ലാഹ് അത് കുറെ വിഷയങ്ങളെ വേറെ ഉൾക്കൊള്ളുന്നത് കാരണത്താൽ നമ്മുടെ മറ്റൊരു വിഷയമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഫർഖു ബൈനൽ മലികി വൽ മാലിക് അന്നൽ മാലിക ഹുവൽ മുതസർരിഫു ബിഫിഅലിഹി. മാലിക് എന്നാൽ, മലിക്കും മാലിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? മാലിക് എന്നാൽ തന്റെ പ്രവൃത്തിയിലൂടെ പടപ്പുകളിൽ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാണ് മാലിക്. എന്നാൽ മലിക്കോ ഹുവൽ മുതസർരിഫു ബിഫിഅലിഹി വ അംരിഹി, പ്രവൃത്തി കൊണ്ടും ആക്ഷൻ കൊണ്ടും കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാണ് മലിക്. അപ്പൊ കൽപ്പന മുഖാന്തരവും ശാസനയിലൂടെ അതേപോലെ പ്രവൃത്തിയിലൂടെ
പടപ്പുകളിൽ കൈകാര്യകർത്തൃത്വമുള്ളവനാണ് അൽ മലിക്, രാജാവ്. എന്നാൽ പ്രവൃത്തിയിലൂടെ മാത്രം കൈകാര്യകർത്തൃത്വമുള്ളവനാകുന്നു മാലിക്. ആ മാലിക് എന്നുള്ള പേര് പിന്നീട് നമുക്ക് വരും. അപ്പോൾ ഇവിടെ അള്ളാഹു ശാസനാധികാരമുള്ളവനാണ്. അതേപോലെ തന്നെ തൻ്റെ പ്രവൃത്തികളിലൂടെ പടപ്പുകൾക്കിടയിൽ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാണ്. അതാണ് അൽ മലിക് എന്ന പേരിൻ്റെ പ്രത്യേകത. മലീക് എന്ന അള്ളാഹുവിൻ്റെ പേര് വിശുദ്ധ ഖുർആനിൽ വന്നത് നമ്മൾ പറഞ്ഞു. മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ എന്താ? മുത്തഖീങ്ങൾ ഫി ജന്നാത്തിൻ വനഹർ, സ്വർഗീയ തോട്ടങ്ങളിലും സ്വർഗീയ നദികളിലുമാണ്. ഫി മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, കഴിവുറ്റവനായ രാജാവിൻ്റെ അടുക്കൽ സത്യത്തിൻ്റെ ഇരിപ്പിടത്തിൽ. ഈ ആയത്തിലാണ് അള്ളാഹുവിൻ്റെ മലീക് എന്ന പേര് വന്നത്. ഇവിടെ മുത്തഖീങ്ങൾ സത്യത്തിൻ്റെ ഇരിപ്പിടത്തിലാണ് അള്ളാഹുവിങ്കൽ എന്ന് പറഞ്ഞത്. അപ്പം അള്ളാഹുവിങ്കൽ മലീക്കായ മുഖ്തദിറായ അള്ളാഹുവിങ്കൽ ഒരു സ്ഥാനമാകുന്നു, സ്വർഗത്തിലൊരു സ്ഥാനാണ് മഖ്അദ് സിദ്ഖ്. വിശുദ്ധ ഖുർആനിൽ മഖ്അദ് സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലിസാന സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഖദമ സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മുദ്ഖല സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മുഖ്റജ സിദ്ഖ് എന്നും പറഞ്ഞിട്ടുണ്ട്. മുഖ്റജ സിദ്ഖ്, മുദ്ഖല സിദ്ഖ്, അതേപോലെ തന്നെ ഖദമ സിദ്ഖ്, ലിസാന സിദ്ഖ്. ഇവിടെ മഖ്അദ സിദ്ഖ്. 5 സ്ഥലങ്ങളിൽ സിദ്ഖുമായി ബന്ധപ്പെട്ട 5 പേരുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ സത്യവാന്മാർക്ക് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൽ നിന്നുള്ള ആദരവുകളും സ്ഥാനങ്ങളുമാണ്. സത്യവാന്മാർ, സത്യസന്ധത പുലർത്തുന്നവർ അവർക്ക്. ഇവിടെ മലീക്കായ മുഖ്തദിറായ അള്ളാഹുവിങ്കൽ സത്യത്തിന്റെ ഇരിപ്പിടം മഖ്അദ സിദ്ഖ്, അത് മുത്തഖീങ്ങൾക്കുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മലീക് എന്ന പേര് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടപ്പറ പ്രാപിച്ചാൽ, ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടപ്പറ പ്രാപിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. എന്താ കിടപ്പറ പ്രാപിച്ച റസൂലുള്ളാഹി പറയാറുള്ള ഒരു ദുആ? അൽഹംദുലില്ലാഹില്ലദീ കഫാനി വ ആവാനി വ അത്അമനി വ സഖാനി വല്ലദീ മന്ന അലയ്യ ഫഅഫ്ദൽ വല്ലദീ അഅതാനി ഫഅജ്സൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അല്ലാഹുമ്മ റബ്ബ കുല്ലി ഷൈഇൻ വ മലീകഹു വ ഇലാഹ കുല്ലി ഷൈഇൻ അഊദു ബിക മിനൻ നാർ. സഹീഹായ ഹദീസ. കിടപ്പറ പ്രാപിക്കുമ്പോൾ കുറേ ദുആകളുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ദുആയാണത്. എന്താ ദുആയിലുള്ളത്? അൽഹംദുലില്ലാഹ് അല്ലദീ കഫാനി വ ആവാനി വ അത്അമനി വ സഖാനി. എനിക്ക് കുടിക്കാൻ നൽകിയ, എനിക്ക് ഭക്ഷണം നൽകിയ, എനിക്ക് അഭയം നൽകിയ, എനിക്ക് സംരക്ഷണമേകിയ അള്ളാഹുവിനാകുന്നു സ്തുതികൾ മുഴുവനും. വല്ലദീ മന്ന അലൈ, അള്ളാഹു ആകുന്നു എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞത്. ഫഅഫ്ദൽ, അള്ളാഹു മഹത്തരമായ അനുഗ്രഹമാണ് ചൊരിഞ്ഞത്. വല്ലദീ അഅതാനി ഫഅജ്സൽ, അള്ളാഹു എനിക്ക് അരുളി, ധാരാളമായി അരുളി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികളെല്ലാം. അല്ലാഹുമ്മ റബ്ബ കുല്ലി ഷൈഇൻ, അള്ളാഹുവെ എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥവനായവനെ, വ മലീകഹു, എല്ലാത്തിൻ്റെയും രാജാവായവനെ, അവിടെയാണ് മലീക് എന്ന് വന്നത്. വ ഇലാഹ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആരാധ്യനായവനെ. അഊദു ബിക മിനൻ നാർ, നിന്നോട് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷ തേടുന്നു. ഇത് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിരുന്നത് എന്നുള്ളതാണ്. കിടപ്പറ പ്രാപിച്ചാൽ ചൊല്ലേണ്ട ഒരു ദുആയാണ്. ഇതേപോലെ മറ്റൊരു ദുആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണിച്ചുകൊണ്ട് പറഞ്ഞു, റസൂലേ, നേരം പുലർന്നാൽ ഞാൻ എന്ത് ചൊല്ലണം? വൈകുന്നേരമായാൽ ഞാൻ എന്ത് ചൊല്ലണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ ഇങ്ങനെ ചൊല്ലുക, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ഇപ്രകാരം ചൊല്ലുക. എന്താ? അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബ കുല്ലി ഷൈഇൻ വ മലീക അഊദു ബിക മിൻ ശർരി നഫ്സി വ മിൻ ശർരി ശൈത്താനി വ ശിർകി വ അൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജുറഹു ഇലാ മുസ്ലിം. ഇങ്ങനെ രാവിലെ പറയാൻ പറഞ്ഞു, വൈകുന്നേരം പറയാൻ പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ കാണാം വൈദ അഖത്ത മബ്ജഅക്
കിടപ്പറ പ്രാപിച്ചാലും ചെല്ലാൻ പറഞ്ഞു. അപ്പൊ രാവിലെയും വൈകുന്നേരവും കിടപ്പറ പ്രാപിച്ചാലും ചെല്ലേണ്ട ഒരു ദുആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഫാമാവാതി വൽ അർദ്, വാനങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ച അല്ലാഹുവേ, ആലിമൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. റബ്ബ കുല്ലി ഷൈഇൻ വ മലീക, എല്ലാ വസ്തുക്കളുടെയും റബ്ബും രാജാവുമായവനെ, അഊദു ബിക മിൻ ശർരി നഫ്സി, എൻ്റെ നഫ്സിന്റെ ഷർറിനെ തൊട്ട് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വമിൻ ശർരി ശൈത്താനി വശിർക്കി, ശൈത്താന്റെ ഷർറിൽ നിന്നും അതേപോലെ ശൈത്താന്റെ ശിർക്കിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ, എൻ്റെ നഫ്സിനെതിരിൽ ഞാനൊരു തിന്മ ചെയ്യുന്നതിനെ തൊട്ടും, ഔ അജുറഹു ഇലാ മുസ്ലിം, ഒരു മുസ്ലിമിലേക്ക് ഒരു തിന്മ വലിച്ചു കൊണ്ടുപോകുന്നതിനെ തൊട്ടും ഞാൻ അള്ളാഹുവെ നിന്നിൽ അഭയം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അർത്ഥം വരുന്ന ദുആയാണ് പഠിപ്പിക്കുന്നത്. ഇത് രാവിലെ ചെല്ലാൻ പറഞ്ഞ് വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞ് കിടപ്പറ പ്രാപിച്ചാൽ ചെല്ലാനും അബൂബക്കർ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു. ഇവിടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ മലീക് എന്ന പേരാണ് ഈ ദുആയിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പം മലിക് എന്ന അള്ളാഹ്ക്ക് പേരുണ്ട്, മലീക് എന്നും അള്ളാഹുവിന് പേരുണ്ട്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ പെട്ടതാകുന്നു ഈ പേരുകൾ. അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കഴിവിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ പടപ്പുകളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണെന്നുള്ളതിനെയും ഈ പേരുകൾ അറിയിക്കുന്നു. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടപ്പിലാകും. അള്ളാഹു എന്താണോ അവർക്ക് വിധിക്കുന്നത് ആ വിധിക്കുന്നതിന് അവൻ്റെ അടിമകൾ വിധേയരാണ്. ഇതൊക്കെയാണ് ഈ മലീക് എന്നീ പേരുകൾ അർത്ഥമാക്കുന്നത്, തേടുന്നത്. അള്ളാഹു മലിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, മലീക് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള മലീക്കാണ്, പൂർണാർത്ഥത്തിലുള്ള മലീക്കാണ്. ഭൂമുഖത്തുള്ള രാജാക്കന്മാർ അവർ എത്ര കഴിവുള്ളവരായാലും മികവുള്ളവരായാലും യഥാർത്ഥ രാജാവായ അള്ളാഹുവിൻ്റെ കീഴിലും അവൻ്റെ തീരുമാനത്തിന് കീഴിലുമാകുന്നു അവർ. നമുക്കറിയാം, ഭൂമുഖം കണ്ട ഒരു രാജാവുണ്ട്. ആരാ? ഏറ്റവും സൃഷ്ടികളിൽ വലിയ രാജാവ് എന്നറിയപ്പെടുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം ഹദീസുകളിൽ കാണാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മഖ്ദിസ് നിർമ്മിച്ച്, ജെറുസലേമിലെ പള്ളി, മസ്ജിദുൽ അഖ്സ പള്ളി നിർമ്മിച്ച്, എന്നിട്ട് അള്ളാഹുവിനോട് 3 കാര്യങ്ങൾ യാചിച്ച്. ഒന്ന്, ഹുക്മൻ യുസാദിഫു ഹുക്മഹു, അള്ളാഹുവിൻ്റെ വിധി, അതിന് തുല്യമാകുന്ന വിധി, തെറ്റാത്ത രീതിയിൽ ഒരു കാര്യം വിധിച്ചാൽ ആ വിധിയിൽ കൃത്യത. വമുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദിഹി, തൻ്റെ കാലശേഷം ഇനി ഒരാൾക്കും ഉണ്ടാകാത്ത വിധമുള്ള ഭരണം, രാജഭരണം. പിന്നെയോ 3-ാമത്തെ കാര്യം, വഅല്ലാ യഅതിയ ഹാദൽ മസ്ജിദ അഹദുൻ ലാ യുരീദു ഇല്ല സ്വലാത ഫീഹി ഇല്ല ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതു ഉമ്മുഹു. അൽ മസ്ജിദുൽ അഖ്സ പള്ളിയിൽ നമസ്കാരം മാത്രം ലക്ഷ്യമാക്കി വരുന്നവർ അതിൽ നമസ്കരിച്ച് മടങ്ങിപ്പോകുമ്പോൾ അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതനായിട്ട് പിരിഞ്ഞു പോകണം. ഇത് 3 കാര്യം ലഭിക്കാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്താ റസൂലുള്ള പറയുന്നത്? അമ്മസ്നത്താൻ, 2 കാര്യങ്ങൾ, ഫഖദ് ഉഅതിയഹുമ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധി അത് ശരിയായി ഭവിക്കുമായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിധി നടത്തി 2 സ്ത്രീകളുടെ വിഷയത്തിൽ.
ബൈനമംറഅതാനി മഅഹുമ ഇബ്നാനി ലഹുമ, രണ്ട് പെണ്ണുങ്ങൾ, അവരുടെ കൂടെ അവരുടെ രണ്ട് ആൺകുട്ടികളുണ്ട്. ആ ആൺകുട്ടികളായിട്ട് രണ്ടു സ്ത്രീകൾ പോവുകയാണ്. അപ്പൊ ജാഅ الذئب فأخذ أحد الابنين, ഒരു ചെന്നായ ഓടി വന്നിട്ട് എന്ത് ചെയ്ത്, രണ്ടിലൊരു ആൺകുട്ടിയെ പെറുക്കിയിട്ട് ചെന്നായ പോയി കടിച്ചാൻ കൊണ്ടുപോയി. ഒരു ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കുട്ടീനെ എടുത്തിട്ട് പോയി, ചെന്നായ പോയി. അപ്പൊ ഈ കുട്ടീനെ കൊണ്ടായതിൽ പിന്നെ ഈ രണ്ട് സ്ത്രീകൾ ശേഷിക്കണ ഒരു കുട്ടി ഉണ്ടല്ലോ അതിനു വേണ്ടി തർക്കായി. രണ്ട് സ്ത്രീകളും ഇതിന്റെ കുട്ടിയാണ് പറഞ്ഞിട്ട് തർക്കായി. അങ്ങനെ ഈ രണ്ട് സ്ത്രീകൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വിധി തേടിപ്പോയി. ഞങ്ങൾക്ക് രണ്ടാക്കും ആൺകുട്ടികളുണ്ടായിരുന്നു, ഒരു കുട്ടീനെ ചെന്നായ കൊണ്ടുപോയി. ശേഷിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് രണ്ടാൾ തർക്കത്തിലാണ്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരുടെ പ്രശ്നം കേട്ട് മൂത്ത സ്ത്രീക്ക്, വയസ്സിൽ മൂത്ത സ്ത്രീക്ക് കുട്ടിനെ വിധിച്ച്, നിലവിലുള്ള കുട്ടിനെ മൂത്ത സ്ത്രീക്ക് കൊടുത്ത് വിധിച്ച്. അങ്ങനെ മൂത്ത സ്ത്രീ കുട്ടീനായിട്ട് പോവുക. പ്രായം കുറഞ്ഞവരോ അവർക്ക് കുട്ടിയില്ല. അപ്പൊ ഇവർ രണ്ടുപേരെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട് സുലൈമാൻ നബി വിളിച്ച് വരാൻ പറഞ്ഞു. ആരാ സുലൈമാൻ നബി? ദാവൂദ് നബിന്റെ ആരാ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി വിളിച്ച് അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു ആൺകുട്ടികളുണ്ടായിരുന്നു, ഒരു ചെന്നായി വന്ന ഒരു കുട്ടീനെ കൊണ്ടുപോയി, നിലവിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് രണ്ടാളും തർക്കായി. ദാവൂദ് നബിയോട് വിധി തേടി, മൂത്ത സ്ത്രീക്ക് ദാവൂദ് വിധിച്ചിരിക്കുന്നു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് ഒരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഈ രണ്ട് സ്ത്രീകൾ നിൽക്കുകയാണ്. കത്തി കിട്ടിയ പറഞ്ഞ്, ഞാൻ ഈ കുട്ടീനെ രണ്ടാക്കി മുറിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാക്കി വീതിച്ചു തരികയാണ്. പൗതി ഒരാളും കൊണ്ടുപോകുക, പൗതി ഒരാളും കൊണ്ടുപോകുക, കുട്ടി കഷ്ണാക്കുകയാണ്. അപ്പോ പ്രായം കുറഞ്ഞ സ്ത്രീ പറഞ്ഞു, യർഹമുക്കല്ലാഹ് സുലൈമാൻ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ. ഹുവ ഇബ്നുഹ ലാ തശുഖഹു, അതാ അവരുടെ കുട്ടിയാണ്, കുട്ടിനെ കൊടുത്തോളി, കുട്ടിനെ നിങ്ങൾ കഷ്ണിക്കരുത് എന്ന് പറഞ്ഞു. നാം മൂത്ത സ്ത്രീ പറഞ്ഞില്ല, അത് മൂത്ത സ്ത്രീക്ക് അത് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ചെറിയ സ്ത്രീ പറഞ്ഞു, പ്രായം കുറഞ്ഞ സ്ത്രീ പറഞ്ഞു, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ, കുട്ടിനെ നിങ്ങൾ കഷ്ണിക്കല്ലേ, കുട്ടിനെ അവർക്ക് കൊടുത്തളി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരൊക്കെ വിധിച്ചത്? കുട്ടിനെ ചെറിയ പ്രായം കുറഞ്ഞ സ്ത്രീക്ക് വിധിച്ച്. കുട്ടി അവരുടേതാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത്? വേദനിച്ച് പ്രസവിച്ച പെണ്ണിനെ അറിയുള്ളൂ കുട്ടീനെ കഷ്ണിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്, മുറിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയെ പ്രായം കുറഞ്ഞ ആ സ്ത്രീക്ക് വിധിക്കുകയുണ്ടായത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായി ഭവിക്കുന്ന ഹുക്മ് വിധി നൽകി. അതേപോലെ തന്നെ പിൽക്കാലത്ത് ഒരാൾക്കും ഉണ്ടാകാത്ത ആധിപത്യമാണ് നൽകിയത്. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൈന്യാര വഹുശിറ ലി സുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈർ വഹും യൂസഊൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൈന്യം ജിന്നുകൾ, മനുഷ്യർ, പക്ഷികൾ, ഇവരൊക്കെയാണ്. അതേപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷികളുടെ സംസാരം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാതെ മടങ്ങുന്നുണ്ട് വഴിയിൽ വെച്ച്. അപ്പൊ ചോദിക്കാണ്, എന്താ മടങ്ങണേന്ന്? അപ്പൊ പറയാണ്, നിങ്ങളല്ലാത്തവരുടെ ദുആ കാരണത്താൽ ഇപ്പൊ മഴ പെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്താ, ഒരു ഉറുമ്പ് മലർന്ന് കിടന്നിട്ട് കൈകാലുകൾ അടിക്കുകയാണ് മഴയില്ലാഞ്ഞിട്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രംഗം കാണുകയാണ്. ആ ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബിക്ക് അറിയാം, മനസ്സിലാക്കാൻ അള്ളാഹു കഴിവെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളല്ലാത്തവർ കാരണത്താൽ നിങ്ങൾക്ക് ഇപ്പം മഴ പെയ്യും എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഉറുമ്പിന്റെ സംസാരം അറിയാതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഖാലത് നംലത്തുൻ യാ അയ്യുഹൻ നംൽ ഉദ്ഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പരിവാരവും ഒരു താഴ്വാരത്തിലൂടെ വരികയാണ്. ആ താഴ്വാരത്തിൽ ഉറുമ്പുകളാണുള്ളത്. അപ്പോൾ ഖാലത്ത് നംലത്തുൻ, ഒരു ഉറുമ്പ് പറയാണ്, യാ അയ്യുഹൻ നംൽ, ഉറുമ്പുകളുടെ സമൂഹമേ, ഉദ്ഖുലു മസാകിനകും, നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ പ്രവേശിച്ചോളീം,
ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദു, സുലൈമാന്റെ സൈന്യവും നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ, ചവിട്ടി തകർക്കാതിരിക്കട്ടെ. വഹും ലാ യശൂറൂൻ, അവരെ അറിയാതെ, അറിഞ്ഞുകൊണ്ട് ചവിട്ടി കേടാക്കൂല, പക്ഷെ അറിയാതെ ചവിട്ടിയേക്കും. അതുകൊണ്ട് നിങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ പ്രവേശിച്ചോളിയും എന്ന് ഒരു ഉറുമ്പ് പറയാണ്. അപ്പം എന്താ അള്ളാഹു പറയുന്നത്? ഫതബസ്സമ ളാഹികൻ മിൻ ഖൗലിഹ, ആ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചിരി തൂകുകയുണ്ടായി എന്ന്. അപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു പലതിനെയും കീഴ്പ്പെടുത്തി കൊടുത്ത്, സൈന്യങ്ങളായിട്ട് പക്ഷികൾ, ജിന്നുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത്, അതുകൊണ്ടാണ് കാറ്റിൻ്റെ സ്പീഡിൽ അദ്ദേഹത്തിന് സഞ്ചാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വലിയ കഴിവുള്ള വ്യക്തിത്വമായിരുന്നു ആര്? വലിയ കഴിവുള്ള രാജാവായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വലിയ കഴിവുള്ള രാജാവ്. എന്നിട്ട് എന്താ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്? പൂർണ്ണന, സമ്പൂർണ്ണ രാജാധികാരമുള്ളവനാ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു രാത്രി ഒരു തീരുമാനമെടുത്ത്. എന്താ തീരുമാനം? ഇന്ന് ഞാൻ എൻ്റെ 100 ഭാര്യമാരുടെ അടുക്കലേക്ക് പോകും. ആ ഭാര്യമാരെല്ലാവരും ഗർഭിണികളാകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന, ജിഹാദ് ചെയ്യുന്ന ഓരോ കുതിരപ്പടയാളികളാകുന്ന മക്കളെ ആ ഭാര്യമാർ സമ്മാനിക്കും എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. അദ്ദേഹം കരുത്തനായിരുന്നു, ശക്തനായിരുന്നു. പക്ഷെ അദ്ദേഹം ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞില്ല. ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞില്ല, അത് മറന്നുപോയി. എന്താ ഉണ്ടായത്? ഒരു ഭാര്യയും പ്രസവിച്ചില്ല. ഒരു ഭാര്യ പ്രസവിച്ചു, അതൊരു പൂർണ്ണ മനുഷ്യ കുഞ്ഞിനല്ല, പിന്നെയോ ഒരു പകുതി, ഹാഫ് മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ച്. നോക്കി നിങ്ങൾ. അപ്പോൾ മനുഷ്യർ, ഇവിടെ രാജാക്കന്മാർ എത്ര മികവുള്ളവരും കഴിവുള്ളവരും ശക്തരുമാണെങ്കിലും അപൂർണരാണ്, പോരായ്മകളും കുറവുകളും ഉള്ളവരാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റെ നിറഞ്ഞ ഉദാഹരണമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ഇൻഷാ അള്ളാ എന്ന് പറയാൻ മറന്നുപോയി, ഇൻഷാ അള്ളാ പറഞ്ഞില്ല. അത് കാരണത്താൽ തന്നെ 100 കുതിരപ്പടയാളികൾ സന്തതികളായി ഉണ്ടാകണമെന്ന് അദ്ദേഹം അഭിലാഷിച്ചു. ആ അഭിലാഷം നടന്നില്ല. ഒരു കുഞ്ഞാണ് പിറന്നത്, ആ കുഞ്ഞ് തന്നെയും പകുതിയാണ്, പൂർണ്ണ കുഞ്ഞായിരുന്നില്ല എന്നുള്ളതാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇതേപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവാണ്, ഏറെ കഴിവുള്ള രാജാവ്. തൻ്റെ സൈന്യത്തെ പരിശോധിക്കുമ്പോൾ പക്ഷി സേനയിൽ ഹുദ്ഹുദിനെ കാണാനില്ല. അപ്പൊ പറയാണ്, മാലി ലാ അറ അൽ ഹുദ്ഹുദ്, ഹുദ്ഹുദിനെ കാണാനില്ലല്ലോ. അം ഖാന മിനൽ ഗായിബീൻ, ഹുദ്ഹുദ് ആബ്സെന്റ് ആയോ ചോദിക്കുകയാണ്. അപ്പൊ ഹുദ്ഹുദ് വലിയൊരു ധർമ്മത്തിന് വേണ്ടി പോയതാ. ഹുദ്ഹുദ് എന്ന പക്ഷി സൈന്യത്തിന്റെ അസാന്നിധ്യം സൈന്യത്തിൽ കാണുകയാണ്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ ദേഷ്യപ്പെടുകയാണ്. ഹുദ്ഹുദ് ആകട്ടെ ഒരു ധർമ്മത്തിന് പോയതാണ്, അദ്ദേഹത്തിന് വലിയൊരു സന്ദേശമാണ് കൊണ്ടുവരാനുള്ളത്. അത് ആർക്കറിയില്ല? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയില്ല. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പക്ഷിസേനയെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശോധിച്ചു. ഫഖാൽ, അദ്ദേഹം പറയാണ്, മാലി ലാ അറൽ ഹുദ്ഹുദ്, ഞാൻ ഹുദ്ഹുദിനെ കാണുന്നില്ലല്ലോ. എന്ത് പറ്റി? അം കാന മിനൽ ഗായിബീൻ ലഉഅസിബന്നഹു അദാബൻ ശദീദൻ, ശക്തമായ ശിക്ഷ ഹുദ്ഹുദിന് ഞാൻ നൽകും. ഔ ലഅസ്ബഹന്നഹു, അല്ലെങ്കിൽ ഹുദ്ഹുദിനെ നാം അറുക്കുക തന്നെ ചെയ്യും. ഔ ലയഅതിയനി ബിസുൽത്താനി മുബീൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരായില്ല, അതിന് വ്യക്തമായ രേഖ, പ്രമാണം ഹാജരാക്കണം എന്നാണ് ആര് പറഞ്ഞത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഹുദ്ഹുദ് വന്നു, പിന്നീട് വന്നു. എന്നിട്ട് എന്താ ഹുദ്ഹുദ് പറയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്? അഹത്ത് ബിമാ ലം തുഹിത് ബിഹി വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, സുലൈമാൻ, നിങ്ങൾക്കറിയാത്ത കാര്യം എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജാവാണ്, വലിയ രാജാവ്.
രാജാവിൻ്റെ ഒരു പ്രജയാണ്, പക്ഷിയാണ്, മരംകൊത്തി പക്ഷി. നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സബയിൽ നിന്ന്, സബ ഗോത്രത്തിൽ നിന്ന് സുദൃഢമായ ഒരു വൃത്താന്തവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാത്ത കാര്യങ്ങൾ ഹുദ്ഹുദ് പറഞ്ഞു കൊടുക്കുക. എന്താ പറയുന്നത്? ഇന്നി വജത്തു ഇംറഅതൻ തംലികുഹും വഊതിയത് മിൻ കുല്ലി ഷൈഇൻ വലഹാ അർശുൻ അദീം വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശ്ശംസ് മിൻ ദൂനില്ലാഹ് വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും ഫസദ്ദഹും അനിസ് സബീലി ഫഹും ലാ യഹ്തദൂൻ. ഒരു പെണ്ണിനെ ഞാൻ കണ്ട്. ആ പെണ്ണാണ് സബയിനെ ഭരിക്കുന്നത്. എല്ലാം നൽകപ്പെട്ടവളാണ് അവർ. അവർക്കൊരു വലിയ സിംഹാസനമുണ്ട്. അവരും ആ സബയിനെ ഭരിക്കുന്ന സ്ത്രീ, അതാണ് ബൽഖൈസ്, സബയിലെ രാജ്ഞി, അവരും അവരുടെ കൗമും സൂര്യന് പ്രണമിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അള്ളാഹ്ക്കല്ല അവർ പ്രണമിക്കുന്നത്. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അവരുടെ ഈ പ്രവൃത്തികളെല്ലാം ശൈത്താൻ അവർക്ക് അലങ്കൃതമാക്കി തോന്നിച്ചിരിക്കുന്നു. ഫസദ്ദഹും അനിസ് സബീൽ, സത്യമാർഗത്തിൽ നിന്ന് ശൈത്താൻ അവരെ തടഞ്ഞിരിക്കുന്നു. ഫഹും ലാ യഹ്തദൂൻ, മാർഗ സിദ്ധിച്ചവരല്ല, സന്മാർഗ സിദ്ധികളല്ല സബയിലെ ജനത എന്നാണ് ഹുദ്ഹുദ് ആരോട് പറയുന്നത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത്. സുലൈമാൻ നബി രാജാവാണ്, ഏറെ കഴിവുള്ള രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ സൂറത്ത് നംലിൽ, അതേപോലെ സൂറത്ത് സബയിലൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് പല വിവരങ്ങളും ഇല്ല, അറിഞ്ഞില്ല. ഹുദ്ഹുദ് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, സനംബുർ അസദഖ്ത അം കുൻത മിനൽ കാദിബീൻ, ഞാനൊന്ന് നോക്കട്ടെ, നീ സത്യമാണോ പറഞ്ഞത്, അതല്ല നീ വ്യാജം പറയുന്നവരുടെ കൂട്ടത്തിലാണോ? ഈ വിവരങ്ങളൊക്കെ ഹുദ്ഹുദ് വന്ന് പറഞ്ഞിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹുദ്ഹുദിനോട് പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ നോക്കട്ടെ, നീ സത്യമാണോ പറഞ്ഞത്, അതല്ല നീ വ്യാജം പറയുന്നവരുടെ കൂട്ടത്തിലാണോ? എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കത്ത് തയ്യാറാക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇദ്ഹബ് ബികിതാബി ഹാദാ ഫഅൽഖിഹി ഇലൈഹിം സുമ്മ തവല്ല അൻഹും ഫൻദുർ മാദാ യർജിഊൻ. പിന്നെ ഒരു കത്ത് കൊടുത്തയക്കുക ഹുദ്ഹുദിന്റെ അടുക്കൽ, അവരിലേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള. സൂറത്ത് അന്നംലിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഉലകം കുറേ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, കഴിവുറ്റവർ, മികവുറ്റവർ. പക്ഷെ ആരും സമ്പൂർണരല്ല. എല്ലാവരും ഏറെ കഴിവുള്ളവരായിട്ടും പോരായ്മകളും ന്യൂനതകളും കുറവുകളും ഉള്ളവരായിരുന്നു. നബിമാരായ രാജാക്കന്മാർക്ക് വരെ അവിധം ചില കുറവുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാം നിറഞ്ഞ തികഞ്ഞ സമ്പൂർണനായ രാജാവ്, അൽ മലിക്. അൽ മലിക് അത് മേലായ റബ്ബ് സുബ്ഹാനഹു വതആല മാത്രമാകുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ഇമാം അഹ്മദും മറ്റൊക്കെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്, ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം കൊടുത്തിട്ട് അതിനെ കുറ്റമറ്റ ഒരു പരമ്പരയിൽ വന്ന സംഭവമായിട്ട്, ജയ്യിദായ സംഭവമായിട്ട് ഉണർത്തിയിട്ടുണ്ട്. അതിലെന്താ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭയങ്കര ഗീറത്തായിരുന്നു. ഗീറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അഭിമാന രോഷം. ഗീറത്ത് എന്ന അഭിമാന രോഷം. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ വീടിൻ്റെ കവാടങ്ങൾ കുറ്റിയിട്ടിട്ടേ പോവുള്ളൂ. കാരണം വീട്ടിൽ ഭാര്യയല്ലേ. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഒരാളുടെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാം, ഒരാളുടെ നോട്ടം എത്താതിരിക്കാൻ കവാടം ശക്തമായി അടച്ചിട്ടായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട് വിട്ടിറങ്ങിയിരുന്നത്. എന്തിനാ വീട് പൂട്ടിയിട്ട് പോയിരുന്നത്? ഫലം യദ്ഖുൽ അലാ അഹ്ലിഹി അഹദുൻ ഹത്താ യർജി, മടങ്ങി വരുവോളം വീട്ടുകാരുടെ അടുക്കലേക്ക് ഒരാളും വരാതിരിക്കാനാണ്. ഒരാളും വീട്ടിൽ പ്രവേശിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ രോഷമുള്ളത് കാരണത്താൽ, ഗീറത്തുള്ളത് കാരണത്താൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വാതിൽ കൊട്ടിയടച്ചിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ എന്നാണ്.
ഈ അഭിമാന രോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാളുടെ ഭാര്യ ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ അയാളെ മറ്റൊരാൾ നോക്കുക, കമൻ്റ് അടിച്ചാൽ ഉണ്ടാകുന്ന എന്താ? ഒരു വിശ്വാസിയാണ് എങ്കിൽ രോഷം ഉണ്ടാകും അല്ലേ? പെൺമക്കൾ, ആ പെൺമക്കളെ നോക്കിയിട്ട് പൂവാലന്മാർ കണ്ണടിക്കുക, അല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അഭിമാന രോഷമുള്ള ഒരു മുഅ്മിൻ എന്ത് ചെയ്യും? അയാളുടെ ഗീറത്ത് ഇളകും, അഭിമാന രോഷം ഇളകും, പ്രതികരിക്കും. അതുകൊണ്ടാണ് മൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. തൻ്റെ കുടുംബത്തെ പ്രതിരോധിക്കാൻ ഒരാൾ വധിക്കപ്പെട്ടാൽ അയാൾ ഷഹീദാണെന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ അത് ഉണ്ടാകണം. സ്തുത്യർഹമായ സ്വഭാവമാണ് അത്, ആ രോഷം. ഈ പിന്നെ സ്ത്രീകളുടെയും അതേപോലെ പെൺമക്കളുടെയൊക്കെ വിഷയത്തിൽ രോഷമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് തോന്നിയ വേഷത്തിൽ ഭാര്യനെയും പെൺമക്കളെയൊക്കെ എന്ത് ചെയ്യണത്? പുറത്തേക്ക് വിടുന്നത്. ചില പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാലോകർക്ക് മുഴുവനായ അവളുടെ ശരീരത്തിൻ്റെ അഴക് മുഴുവൻ കാണാനും രസിക്കാനും പലപ്പോഴും രമിക്കാനും വരെ അവസരം. തല മറക്കൂല, മാറ് മറക്കൂല, വയറ് മറക്കൂല, ഇങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങൾ പോവുക. അതെന്തുകൊണ്ടാണ്? ഗൃഹനാഥന് ഈ ഗീറത്തില്ലാത്തത് കൊണ്ടാണ്, രോഷമില്ലാത്തത് കൊണ്ടാണ്. ഒരു മുസൽമാന് ഗീറത്തുള്ളവനായിരിക്കണം. അള്ളാഹു ഗീറത്തുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗീറത്തുള്ള പ്രവാചകനാണ്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോടൊപ്പം ഉലാത്താണ്, നടന്നു പോവുക. അപ്പോൾ ഈ സ്ത്രീയെ നോക്കിയിട്ട് ഒരു പൂവാലൻ റോഡ് സൈഡിൽ നിന്ന് കമൻ്റ് അടിച്ച് നോക്കി, ഇങ്ങോട്ട് നോക്കി കമൻ്റ് അടിച്ച്. അത് ഈ ഭർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്. അത് ഭർത്താവ് പറഞ്ഞ് നീ എൻ്റെ പെരീപ്പയ്ക്ക് പറഞ്ഞ് പോകാൻ പറഞ്ഞു അവളോട്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അയാൾ എന്നെ നോക്കി കമൻ്റ് അടിച്ചതല്ലേ. അപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് ജാഹിലിയത്തിലാണ്. ഇദാ വഖഅ ദുബാബു ഫീ തആമി റഫഅതു യദി വനഫ്സി തഷ്തഹീഹി. ഞാൻ തിന്നുന്ന ഭക്ഷണത്തിൽ ഒരു ഈച്ച വീണാൽ ആ ഭക്ഷണത്തോട് എനിക്ക് പൂതിയുണ്ട്, പക്ഷെ എന്നാലും ഞാൻ തിന്നൂല. പിന്നെ എന്താ? ഒരു ഈച്ചയിൽ വീണത് കാരണത്താൽ. എന്നിട്ട് പറയാണ് വതജ്തനിബുൽ ഉസൂദു വുറൂദ മാഇൻ ഇദാ കാനൽ കിലാബു വലഗ്ന ഫീഹി. സിംഹങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന തടാകത്തിൽ നായകൾ തലയിട്ടാൽ സിംഹങ്ങൾ പിന്നെ ആ തടാകത്തോട് അടുക്കൂല. അത് ഗീറത്താണ്. അത് നീയാകുന്ന തടാകത്തിൽ ഒരന്യം വന്ന് പട്ടി വന്ന് തലയിട്ട്, നീയാകുന്ന ഭക്ഷണത്തളികയിൽ ഒരു ഈച്ച വന്ന് വീണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ്. ഗീറത്ത്, ഈ അഭിമാന രോഷം, അത് സ്തുത്യർഹമായ രീതിയിൽ ഉണ്ടായാൽ അപ്പോഴാണ് പെണ്ണുങ്ങളെ ഹിജാബിൽ പുറത്തേക്ക് ഇറക്കുക. അവരുടെ ഔറത്ത് മറച്ചിട്ട് പോകണമെന്നും ഔറത്ത് മറക്കാൻ പറ്റിയ വസ്ത്രം അവർക്ക് വാങ്ങിക്കൊടുക്കാനൊക്കെ പിന്നെ പുതിയാപ്പിളായിരിക്കും, അതേപോലെ തന്നെ ഗൃഹനാഥന്മാർക്കും പിന്നെ പിന്നെ തൊലിക്കട്ടി ഉണ്ടാകുക, അങ്ങനെ പറയണത്. ചിലർ വസ്ത്രം വാങ്ങിക്കൊടുക്കും ഭാര്യയ്ക്ക്, ചിലർ വസ്ത്രം വാങ്ങിക്കൊടുക്കും പെൺമക്കൾക്ക്. ആ വസ്ത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വസ്ത്രം എടുക്കാതിരിക്കായിരിക്കും നല്ലത്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെയാണ് വസ്ത്രം ധരിക്കാത്തതും ധരിക്കുന്നതും ഒരുപോലെയാണ്. അങ്ങനെ ഉണ്ട്. അത് ഗീറത്തില്ലായ്മയാലാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത് നല്ല ഗീറത്തുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ വീട് വിട്ടുപോകുമ്പോൾ അദ്ദേഹം വാതിൽ പൂട്ടും, കുടുംബത്തിൻ്റെ അടുക്കലേക്ക് ആരും വരാതിരിക്കാൻ. ഒരു ദിവസം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട് വിട്ടുപോയി. വീട് നല്ല കുറ്റിയിട്ടിട്ടാണ് പോയത്, അടച്ചു പൂട്ടിയിട്ടാണ് പോയത്. അങ്ങനെ ഫഅഖ്ബലത് ഇംറഅതുഹു തത്തലിഉ ഇലദ്ദാർ. വീട്ടിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാര്യ വന്ന്, ദാവൂദ് നബിയുടെ ഭാര്യ വന്നപ്പോൾ ഫൈദ റജുലുൻ ഖായിമുൻ വസത്തദ്ദാർ, വീട്ടിൻ്റെ മധ്യത്തിൽ അതാ ഒരു ആണ് നിൽക്കണം, ഒരു മനുഷ്യൻ നിൽക്കണം. അപ്പോൾ വീട്ടിലുള്ളവരോട് സെക്യൂരിറ്റി, അവരോട് ഈ സ്ത്രീ പറഞ്ഞു, ദാവൂദ് നബിയുടെ ഭാര്യ പറഞ്ഞു, എന്താ പറഞ്ഞത്? മിൻ ഐന ദഖല ഹാദർ റജുലുൽ ദാർ, ഈ മനുഷ്യൻ എങ്ങനെ വീട്ടിലേക്ക് കടന്നു? വദ്ദാർ മുഗ്ലഖ, വീട് പൂട്ടിയിട്ട വീടാണ്, പിന്നെ എങ്ങനെ ഇയാൾ ഇവിടെ വന്ന് പെരന്റെ മധ്യത്തിൽ? വല്ലാഹി ല തുഫ്തഹുൻ ബിദാവൂദ്, ഇന്ന് ദാവൂദ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും കൈകാര്യം ചെയ്യും, നിങ്ങളെ മാനം കെടുത്തും എന്നീ ദാവൂദ് നബിയുടെ ഭാര്യ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന്, അപ്പോഴും വീട്ടിൻ്റെ നടുക്ക് വന്ന് നിൽക്കണ മനുഷ്യനുണ്ടല്ലാണ്, അയാൾ അവിടെ തന്നെ ഉണ്ട്.
അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, മൻ അൻത്, ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ ആഗതൻ പറഞ്ഞു, അനല്ലദീ ലാ അഹാബുൽ മുലൂക്ക്, എനിക്ക് രാജാക്കന്മാരെ പേടില്ലാത്ത മനുഷ്യനാണ് ഞാൻ. ദാവൂദ് നബി രാജാവാണ്, ഞാൻ രാജാക്കന്മാരെ ഭയക്കാത്ത വ്യക്തിയാണ്. വലാ യംതനിഉ മിന്നൽ ഹുജ്ജാബ്, കൊട്ടാരങ്ങൾക്ക് കാവൽക്കാരുണ്ടായിട്ട് കാര്യമല്ല, ആ കാവൽക്കാർക്ക് എന്നെ തടുക്കാൻ കഴിയൂല, അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ മനസ്സിലായി ആരാണ് വന്നത് എന്ന്. ആരാ വന്നത്? കാവൽക്കാർക്ക് തടുക്കാൻ കഴിയാത്ത, രാജാക്കന്മാരെ ഭയക്കാത്ത ആളാരാ? അത് ദാവൂദ് നബി പറയാണ്, അൻത വല്ലാഹ് ഇദൻ മലക്കുൽ മൗത്ത്, എങ്കിൽ താങ്കൾ മലക്കുൽ മൗത്താകുന്നു, മരണം പിടിക്കുന്ന, മരിപ്പിക്കുന്ന മലക്കാകുന്നു. മർഹബൻ ബി അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനക്ക് സ്വാഗതം. അങ്ങനെ ഫറമല ദാവൂദ് മക്കാനഹു ഹൈസു ഖുബിദത് റൂഹുഹു ഹത്താ ഫറഗ മിൻ ശഅനിഹി, അവിടെ വിരിച്ചു ദാവൂദ് നബി അവിടെ കിടന്ന് അദ്ദേഹത്തെ ആ മലക്ക് മരിപ്പിച്ചു. അങ്ങനെ വതലഅത് അലൈഹി ശംസ് എന്നാണ്, സൂര്യൻ ഉദിച്ചിട്ട് ദാവൂദ് നബി മരിച്ചു കിടക്കല്ലേ, അദ്ദേഹത്തിന് സൂര്യന്റെ ചൂടേൽക്കുകയാണ്. അപ്പോഴാണ് മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷികളോട് പറഞ്ഞു, അദുല്ലി അലാ ദാവൂദ്, മരിച്ചു കിടക്കല്ലേ, സൂര്യന്റെ ചൂടേൽക്കുകയാണ്, അതുകൊണ്ട് പക്ഷികളോട് പറഞ്ഞു ദാവൂദിന് തണൽ വിരിക്കാൻ. അങ്ങനെ ഫഅദല്ലത് അലൈഹി ത്വയ്ർ ഹത്താ അദ്ലമത് അലൈഹിമുൽ അർദ്, ഭൂമിയിൽ ചൂടില്ലാതെ ഇരുട്ടും നിഴലും പരക്കുമാർ പക്ഷികൾ അടുത്ത് ചിറക് വിരിച്ച് നിൽക്കുകയുണ്ടായി എന്നാണ് ഈ ഹദീസിലുള്ളത്. മനസ്സിലായില്ലേ? ഇബ്നു കസീർ പിന്നെ നല്ല സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട സംഭവം എന്ന് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഇവിടെ മനസ്സിലാക്കുന്നത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവാണ്, ശക്തനാണ്. വീട്ടിലേക്ക് ആരും കയറരുതെന്ന് വിചാരിച്ച് കതകൊക്കെ കൊട്ടിയടച്ച് ഭദ്രമാക്കിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. പക്ഷേ അദ്ദേഹത്തെ തേടിയും മലക്കുൽ മൗത്തെത്തി. വീടൊന്നും തുറക്കാതെ, കാവൽക്കാരോട് അനുവാദം ചോദിക്കാതെ മലക്കുൽ മൗത്ത് വന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണം വരിക്കുകയുണ്ടായി. ഒരിക്കലും മരണമില്ലാത്ത, ഒരിക്കലും നാശമില്ലാത്ത, എല്ലാം തികഞ്ഞ സമ്പൂർണനായ അൽ മലിക്, രാജാതിരാജൻ, അത് മേലായ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു. അതാണ് അള്ളാഹുവിൻ്റെ അൽ മലിക്, അൽ മലീക് എന്നീ പേരുകൾ അർത്ഥമാക്കുന്നത്. ഇസ്ലാമിൽ അറിയപ്പെട്ടൊരു മലിക്കുണ്ട്. എന്താ ആ മലിക്കിന്റെ പ്രത്യേകത? അവ്വലു മുലൂക്കുൽ മുസ്ലിമീൻ ഖൈറു മുലൂക്കിൽ മുസ്ലിമീൻ, മുസ്ലിം രാജാക്കന്മാരിലെ ഏറ്റവും ഉത്തമനും മുസ്ലിം രാജാക്കളിൽ ഒന്നാമനുമാണ് ആ വ്യക്തി. ആരാണ് ആ രാജാവ്? അവ്വലു മുലൂക്കിൽ മുസ്ലിമീൻ, മുസ്ലിം രാജാക്കന്മാരിൽ ഒന്നാമൻ. അത് മുആവിയ റളിയല്ലാഹു തആല അൻഹു. മുആവിയ റളിയല്ലാഹു തആല അൻഹു. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലെ ആദ്യത്തെ രാജാവായിരുന്നു. കാരണം ഖുലഫാഉർ റാഷിദീങ്ങൾ നുബുവത്തിനെ തുടർന്ന്, റസൂലുള്ളാഹിന്റെ നുബുവത്തിനെ തുടർന്ന് വന്ന ഖിലാഫത്തിൽ ഖലീഫമാരായിരുന്നു അവർ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഖിലാഫത്തുൻ നുബുവ, നുബുവത്തിനടുത്തുള്ള ഖിലാഫത്ത് 30 വർഷമാണ്. ആ 30 വർഷത്തെ ഖിലാഫത്തിൽ ഖലീഫമാരായിരുന്നു ഈ 4 പേർ. അതിൽ പിന്നെ ഹസൻ റളിയല്ലാഹു തആല അൻഹു അല്പം കാലം. പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞത് നുബുവത്തിനെ തുടർന്ന് ഖിലാഫത്ത് വരും, പിന്നീട് മുൽക്ക് വരുമെന്നാണ്. മുൽക്ക് എന്ന് പറഞ്ഞാൽ മുലൂക്കിയത്ത്, രാജഭരണം. രാജഭരണത്തിൽ ആദ്യത്തെ രാജാവാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അവ്വലു മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിലെ രാജാക്കന്മാരിൽ ആദ്യത്തെ വ്യക്തിത്വമാണ് അദ്ദേഹം. വഖൈറു മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിക രാജാക്കന്മാരിൽ ഉത്തമനായ വ്യക്തിയുമാണ് ആര്? മുആവിയ റളിയല്ലാഹു തആല അൻഹു. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വത്തഫഖൽ ഉലമാഉ അലാ അന്ന മുആവിയ അഫ്ദലു മുലൂക്കി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുആവിയയാണ് എന്നതിൽ
പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. ഫൈനൽ അർബഅത ഖബ്ലഹു കാനു ഖുലഫാ നുബുവത്തിൻ, മുആവിയക്ക് മുമ്പുള്ള ഖലീഫമാർ അവർ നുബുവത്തിനെ തുടർന്ന ഖിലാഫത്തിൽ ഖലീഫമാരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അബൂബക്കർ മലിക്കല്ല, രാജാവല്ല. ഉമറും ഉസ്മാനും അലിയും ഒന്നും അങ്ങനെ, അവരൊക്കെ ഖലീഫമാരായിരുന്നു. ആദ്യത്തെ രാജാവ് ഇസ്ലാമിൽ അത് മുആവിയ റളിയല്ലാഹു തആലാനു ആണ്. മുആവിയ റളിയല്ലാഹു തആലാനു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. മുആവിയ റളിയല്ലാഹു തആലാനു റസൂലുള്ളാഹിന്റെ വഹയ്യായിരുന്നു. മുആവിയ റളിയല്ലാഹുവിന് ചില സവിശേഷതകൾ, പ്രത്യേകതകൾ പറയപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു തആലാനു ശ്രേഷ്ഠനായ രാജാവ് എന്ന് പറയുന്നത്? ശ്രേഷ്ഠനായ രാജാവ് എന്ന് പറയുന്നത് അദ്ദേഹം സഹാബിയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഒരനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആകുന്നു രാജാവ്. അള്ളാഹുവിൻ്റെ രാജത്വം, ഭരണം അതാണ് സമ്പൂർണം. അള്ളാഹു ആകുന്നു പരിപൂർണനായ രാജാവ്. പടപ്പുകൾ ആരായാലും അവരുടെ ഭരണം അത് പൂർണ്ണല്ല. അവർ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ അതും പൂർണ്ണല്ല, പൂർണ്ണാർത്ഥത്തിലല്ല. രാജഭരണം അത് ഇസ്ലാമികമല്ല എന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. രാജാവാകുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന രീതിയിൽ ചിലർ പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആ സമീപനം തെറ്റാണ്, വിഷയം തെറ്റാണ്. സഹാബിയായ വഹയ്യെഴുത്തുകാരനായ മുആവിയാണ് ഇവിടെ രാജാവ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നുബുവത്തിനെ തുടർന്നുള്ള ഖിലാഫത്തിൽ അത് കഴിഞ്ഞാൽ മുലൂക്കിയത്ത് വരും, അത് അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവർക്ക് നൽകുമെന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സഹാബിയായ മുആവിയക്ക് നൽകിയത്. അതുകൊണ്ട് രാജഭരണം അത് ഇസ്ലാമികമായി തെറ്റാണ് എന്ന് വിധിക്കാനോ പറയാനോ പറ്റൂല. അത് പ്രമാണബദ്ധമായിട്ടുള്ളൊരു വാദമല്ല, അത് തെറ്റായൊരു വാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. മുആവിയയിൽ തുടങ്ങി രാജാക്കന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു. രാജാക്കന്മാരായി നബിമാർ വരെ ഉണ്ടായിട്ടുണ്ട്. താലൂത്തിന്റെ സംഭവത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഇസ്രായേലിലെ മലകുകൾ, പ്രമാണിമാർ, അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനോട് ഞങ്ങൾക്കൊരു മലിക്കനെ നിശ്ചയിച്ചു കൊണ്ടാ എന്നാ പറഞ്ഞത്, ഒരു രാജാവിനെ. എന്തിന്? അവർക്ക് ജെറുസലേമിൽ പോയിട്ട് ഫലസ്തീനോട് യുദ്ധം ചെയ്ത് ജെറുസലേമിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണം എന്നാ പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞത്? യൂഷ ബിൻ നൂൻ എന്ന പ്രവാചകനോടാണ് പറഞ്ഞത് രാജാവിനെ നിശ്ചയിച്ചു തരണമെന്ന്. അപ്പൊ ഇന്നല്ലാഹ ഖദ് ബഅസലക്കും താലൂത മലിക, അള്ളാഹു നിങ്ങൾക്ക് താലൂത്തിനെ രാജാവായി നിയോഗിച്ചു തന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. അള്ളാഹു രാജാവിനെ തന്നെ നിയോഗിക്കണം, അതാണ് താലൂത്ത്. പിന്നെ താലൂത്തിന്റെ കീഴിലാണ് അവർ യുദ്ധത്തിന് പോയത്. ഏതായാലും അത് സംഭവം സൂറത്തുൽ ബഖറയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വിഷയത്തോടനുബന്ധിച്ച് അങ്ങനെ ഒരു ധാരണ തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നതിനാലാണ് അത് ഉണർത്തിയത്. അള്ളാഹുവിൻ്റെ അൽ മലീഖ് എന്ന പേരുകളാണ് ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്തത്. അതോടനുബന്ധിച്ചിട്ട് ഏതായാലും ചരിത്രങ്ങളും ഇൻഷാ അല്ലാഹ് മറ്റൊരു പേര് പിന്നീട് നമ്മളിവിടെ വിശദീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖും തുണയുമേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മൾ രോഗമുള്ളവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ശിഫയും ആഫിയത്തും അള്ളാഹു നമ്മളിൽ കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനി ഖിദ്മത്തിൽ നമുക്കെല്ലാവർക്കും ആയുസ് നീട്ടിയിട്ട് തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.